രാഹുൽ എന്താണ് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ ഞാനത് ഈ വിഷയത്തിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ഫസ്റ്റ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. മുത്തശ്ശിക്ക് അന്ന് പ്രായം ഏകദേശം 82. രണ്ടാമത് എന്റെ അമ്മയാണ് മല്ലിക നമ്പൂതിരി. മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ്. ഇതിന്റെ പ്രശ്നം അതിനുശേഷം ഒരുപാട് ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ വിശിഷ്യ ആദ്യഘട്ടത്തിന് ശേഷം നമ്മുടെ RSSന്റെയും ഹിന്ദു പ്രസ്ഥാനങ്ങളുടെയും സുരേന്ദ്രൻജിക്കെതിരൊക്കെ മേൽ നൂറുകണക്കിന് കേസുകൾ ചുമത്തുകയുണ്ടായി. ആസ് എ ഗുഡ് വിൽ മെഷർ ഇത് പിൻവലിക്കുകയും അത് പിൻവലിക്കാതിരിക്കാൻ പറഞ്ഞതുമാണ്. അതായത് ശബരിമലയും CAA പ്രക്ഷോഭങ്ങളും ബാലൻസ് ചെയ്ത് ഹിന്ദു മുസ്ലിം ബാലൻസ് ചെയ്യാനായി ഇലക്ഷൻ സമയത്ത് ശബരിമല കേസുകളും ഈ CAA കേസുകളും പിൻവലിക്കാന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട രീതിയിൽ പിൻവലിച്ചിട്ടില്ല. ഇതൊരു ഫാക്ട് ആണ്. ആ ഫാക്ട് ഗവൺമെന്റ് അംഗീകരിക്കണം. രണ്ട്, എനിക്കറിയില്ല, എനിക്ക് ഒരു ടെക്നിക്കൽ ഡിലേ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആരെയും അകറ്റി നിർത്തിയല്ല ഒരു സമ്മേളനം നടത്തേണ്ടത്. ഞാൻ RSകാരനല്ല. ഞാനും അനിൽ വിളയിൽജിയും കൂടെ സ്ഥിരം അടികൂടുന്നതാണ്. വാവറുടെ പേരിൽ അനിൽ വിളയിൽജിയോട് കലികാലം തീരുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും. പക്ഷേ ഒരു കുമ്മരൻ രാജശേഖരൻ ചേട്ടൻ ഇല്ലാതെ എന്ത് അയ്യപ്പ സംഘമാണ് നടക്കുന്നത്? പക്ഷേ ഇപ്പോൾ അഡ്വക്കേറ്റ് അജികുമാർ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാണ്. അദ്ദേഹം പറയുന്നത് ആരെയും അകറ്റി നിർത്തുന്നില്ല എന്നാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, BJP പരിവാർ സംഘടനകൾ ഇവരുടെ നേതാക്കളെ മാറ്റി നിർത്തുന്നുണ്ടോ എന്ന്. ഇല്ല എന്നാണ് ശ്രീ അജികുമാർ. അത് രാഹുലിനും അതിൽ സംശയം വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെ ഇൻവിറ്റേഷൻ കിട്ടിയോന്ന് അറിയില്ല. ഇന്നലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ D വിജയകുമാർജി, അദ്ദേഹവും ഞാനും കൂടി ഇതുപോലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവർക്കൊന്നും ഇൻവിറ്റേഷൻ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നാളെ കുമ്മൻ രാജശേഖരനെ പോലെ സീനിയറായ കാവ്യ എടുക്കാത്തൊരു സന്യാസി അവിടെ നടന്നു കയറി വന്ന് സൈഡിൽ ഇരുന്നിട്ട് പോണു. അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആൾക്കാർ സൈഡിൽ ഞങ്ങളും കൂടെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ വന്ന് നിന്നിട്ട് പോണു. ഇവരെ ആദരവോടും അങ്ങോട്ട് പോയി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഇത്ര വർഷമായി. ഒരു കാര്യം കൂടി ആലോചിക്കണം. അയ്യപ്പ സേവാ സംഘം പേര് സംഘം എന്നാണെങ്കിലും കോൺഗ്രസിനോടാണ് കൂടുതൽ അനുഭവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുമ്പേ ഉണ്ടായ സംഘടനയാണ് അയ്യപ്പ സേവാ സമാജം. അതാണ് കുമ്മനഞ്ചാൻ അടക്കമുള്ളവരുടെ. അവർക്ക് എത്ര വർഷങ്ങളായി ഇതിനുവേണ്ടി പോരാടുകയാണ്. അപ്പൊ അങ്ങനെ വലിയ അമൃതാനന്ദമയ മഠമുണ്ട്. അവരെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ രവിശങ്കറിന്റെ പ്രസ്ഥാനമുണ്ട്. അങ്ങനെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരെയെല്ലാം അകറ്റി നിർത്തുന്ന ഒരു സമീപനം എടുക്കരുത്. നീ വിളിക്കുമോന്ന് എനിക്കറിയില്ല. ഇവരെയും കൂടെ വിളിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഒരു തർക്കത്തിന്റെ പേര് കൊണ്ടുപോകുന്നതിന് എന്തർത്ഥമാണ്? എല്ലാവരുടെയും എനർജി യൂട്ടിലൈസ് ചെയ്യല്ലേ വേണ്ടത്. ഇനി രണ്ട്, നമ്മുടെ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ പിണറായി വിജയൻ സാർ മാപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു അക്നോളജ്മെന്റ് എങ്കിലും, അതായത് ശരിയാണ്, ഒരുപാട് പേർക്ക് വേദനയുണ്ടായി, വിഷമമുണ്ടായി. അദ്ദേഹം വലിയൊരു നേതാവാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, മാപ്പ് പറയണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു അക്നോളജ്മെന്റ്, എനിക്ക് തെറ്റിപ്പോയിന്ന് പോലുമല്ല, നിങ്ങൾക്കുണ്ടായ വേദനയിൽ എനിക്ക് ദുഃഖം ഉണ്ടെന്നെങ്കിലും പറഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് വരണ്ടേ? അത് ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ വിശ്വാസികൾക്ക് ഒരു വേദനയും വിഷമവും ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. NSS SNDP അതിന് പോവാന്ന് പറഞ്ഞു. അതിനർത്ഥം തന്നെ ഹിന്ദു സമൂഹത്തിലെ വലിയൊരു ശതമാനം സംഘടന അംഗീകരിച്ചു എന്നാണ്. NSS ഒരു വ്യവസ്ഥയും വെക്കുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. രാഷ്ട്രീയ മുക്തമായിരിക്കണം, അതുപോലെ തന്നെ ആചാര ലംഘനം ഉണ്ടാകരുത്. എന്തായാലും ആചാര ലംഘനത്തിന് സർക്കാർ ഇനി ശ്രമിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ഒരിക്കൽ കൈപ്പൊള്ളിയതാണ്, അതുകൊണ്ട് അതുണ്ടാവുകയില്ല. പക്ഷേ രാഷ്ട്രീയ മുക്തമല്ലല്ലോ, രാഷ്ട്രീയ മുക്തമാക്കാൻ പറ്റില്ലല്ലോ. NSS അങ്ങനെ ഒരു നിലപാടെടുത്താൽ എങ്ങനെയാണ് സാധിക്കുക? ഇനിയും അല്ലല്ല, ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി. ഇനിയും ബിന്ദു അമ്മണി വന്നാൽ സഖാക്കളാണ് ഞങ്ങളെക്കാൾ മുമ്പിൽ പോയി പ്രതിരോധിക്കാൻ പോണോ? എനിക്ക് യാതൊരു സംശയമില്ല. അതെ, അത് ബിന്ദു അമ്മണിക്ക് അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുമില്ല. ബിന്ദു അമ്മണി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അയ്യപ്പ സംഗമത്തിന് വരാൻ വേണ്ടി ഞാൻ സർക്കാരിനോട് അപേക്ഷിച്ചതാണ്, പക്ഷേ എനിക്ക് അനുമതി കിട്ടിയിട്ടില്ല എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആചാര ലംഘനത്തിന് എന്തായാലും സർക്കാർ ശ്രമിക്കില്ല. പക്ഷേ ശ്രീ അജികുമാർ, താങ്കൾ പറയുന്നു